പാലിയേറ്റീവിൻ്റെ സന്ദേശം നമ്മളോട് സംസാരിക്കുന്നതിനായിട്ട് IAPC കേരളയുടെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ പ്രദീപ് കൂറ്റനാട് സാറിനെ ഞാൻ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ കേരള സംസ്ഥാന ഘടകത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഈ ഉദ്ഘാടനത്തിന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഞാനിവിടെ വരുമ്പോൾ കരുതിയിരുന്നത് ഈ ഉദ്ഘാടനം അതുപോലെ തന്നെ ഈ കെട്ടിടത്തെ സംബന്ധിച്ചും ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ മഹാമനസ്കതയുള്ള ശിസ്മാനിക എന്ന ഒരു വലിയ മനുഷ്യനാണ് ഇതിൻ്റെ ഈ ഒരു കെട്ടിടത്തിന് പിന്നിലും എല്ലാ നിലയ്ക്കും പ്രവർത്തിച്ചതെന്ന് അദ്ദേഹത്തിന് കേരളത്തിലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾക്ക് വേണ്ടി അകമഴിഞ്ഞ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഞാൻ ചുരുക്കി പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. പാലിയേറ്റീവ് കെയർ ആണല്ലോ ഞാൻ പറയേണ്ടത്. ഞാനിവിടെ വരുമ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച ഏതാണ്ട് ഈ സമയത്ത് എൻ്റെ മൊബൈലിലേക്ക് അവിടെ അടുത്തുള്ള ഒരു ഇബ്രാഹിക്ക വിളിക്കുകയാണ്. എന്നെ മാത്രമല്ല ഇങ്ങനെ പാലിയേറ്റീവ് പ്രവർത്തകർ പലർക്കും ഇങ്ങനത്തെ വിളി വരുന്നുണ്ടാവും. അദ്ദേഹം വിളിക്കുന്നത് കണ്ടാൽ എനിക്കറിയാം. അദ്ദേഹത്തിന് കഴിഞ്ഞ ആഴ്ച ആഴ്ച കുളി കിട്ടിയിട്ടില്ല. അതാ വിളിക്കുന്നത്. കുളി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നല്ല വേനൽക്കാലത്ത് നല്ല ചൂടുള്ള ഒരവസ്ഥയിൽ നമ്മളൊക്കെ ഒരു തവണ 2 തവണ 3 തവണ വീട്ടിൽ പോകുമ്പോഴൊക്കെ മേലി കഴുകുന്ന ആളുകളാണ്. അദ്ദേഹം ആഴ്ചയിൽ ഒരിക്കൽ പാലിയേറ്റീവ് പ്രവർത്തകർ പോകുമ്പോഴാണ് അദ്ദേഹം കുളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് യാഥാർത്ഥ്യ പേരല്ല, ഞാൻ മാറ്റിയിട്ടാണ് പറയുന്നത്. അങ്ങനെ പറയാവൂ എന്നതുകൊണ്ട് ഇബ്രാഹിം എന്ന പേര് യാഥാർത്ഥ്യമല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുളി കിട്ടിയില്ല, അതാണ് വിഷയം. വീടിൻ്റെ പിറകിലുള്ള മാവിൻ്റെ മുകളിൽ നിന്ന് മാങ്ങ പറിക്കാൻ കയറിയപ്പോൾ വീണ് നട്ടലിന് ക്ഷതം പറ്റി, സുഷുമ്നയ്ക്ക് കേടുപറ്റി. കഴിഞ്ഞ 9 വർഷമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സയുമായി വീടിനകത്ത് കിടക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം ക്വാഡ്രപ്ലീജിയാണ്. ക്വാഡ്രപ്ലീജിയ എന്ന് പറഞ്ഞാൽ കഴുത്തിന് താഴെ ചലനശേഷിയില്ലാത്ത ഒരു മനുഷ്യനാണ്. കഴുത്തിന് അദ്ദേഹത്തിന് അനങ്ങൂല, ചലനശേഷിയില്ലാത്ത മനുഷ്യനാണ്. നന്നായി സംസാരിക്കാം, ബാക്കി ഒന്നിനും കുഴപ്പമില്ല. അദ്ദേഹത്തെ കോവിഡ് കാലത്താണ് ഞാൻ കുളിപ്പിക്കാൻ പോയത്. അന്നത്തെ ഒരു അനുഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കാം. കോവിഡ് കാലത്ത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച രൂപത്തിൽ എല്ലാ ദിവസവും ഹോം കെയർ നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലമാണ് കോവിഡ് കാലത്ത് എൻ്റെ നാട്ടിലും. അവിടെ ഹോം കെയർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിനെ കുളിപ്പിക്കാനുള്ളൊരവസരം എനിക്ക് കിട്ടി. അദ്ദേഹത്തെ കുളിപ്പിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അദ്ദേഹത്തെ ഒരു വീൽ ചെയറിൽ ഇരുത്തി തള്ളി പുറത്തേക്ക് കൊണ്ടുവന്ന്, അദ്ദേഹത്തിൻ്റെ ഭാര്യ മാത്രമാണ് ഒപ്പം ഉള്ളത്, മക്കളൊന്നുമില്ല. ഭാര്യയ്ക്കൊന്നും പിടിച്ച് നീപ്പിക്കാൻ പറ്റില്ല. ഇദ്ദേഹം റാത്തീവിനൊക്കെ പോയിരുന്ന ഒരു 100 കിലോ വെയിറ്റുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ ഒരു വീൽ ചെയറിലൊക്കെ ഇരുത്തി പുറത്ത് ആ വീണ മാവിൻ്റെ ചവിട്ടിൽ കൊണ്ടുവന്ന് ഇരുത്തി കിണറ്റിൽ നിന്ന് ബക്കറ്റിൽ തണുത്ത വെള്ളം അങ്ങനെ തലയിൽ ഒഴിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിരി തുടങ്ങി, സന്തോഷത്തിൻ്റെ ചിരി തുടങ്ങി. കുളിപ്പിച്ച് തുടപ്പിച്ച് വീണ്ടും വീൽ ചെയറിൽ കൊണ്ടുപോയി ബെഡിൽ കയറ്റി കിടത്തിയപ്പോൾ എന്നോടിങ്ങനെ എൻ്റെ വലത്തെ കൈ ആവശ്യപ്പെട്ടു, ഇതിലിങ്ങനെ മുത്തമിട്ട് വന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത് നല്ലൊരു മാപ്പിളപ്പാട്ടാണെന്ന് പറഞ്ഞിട്ട് നല്ലൊരു പാട്ട് എനിക്ക് പാടി തന്നു അദ്ദേഹം. ഞാനിത് കഥ പറഞ്ഞത് ഈ ഇബ്രാഹിക്കയല്ല, എപ്പോൾ വേണമെങ്കിൽ എനിക്കും നിങ്ങൾക്കും വന്നു പോകാവുന്ന ഒരവസ്ഥയെക്കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കഥ നിങ്ങളോട് പറഞ്ഞത്. ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യൻ്റെ പ്രാഥമിക കൃത്യങ്ങൾ പോലും ഞാനും നിങ്ങളും കാലത്ത് നീച്ചാൽ പല്ല് തേക്കുന്നു, കുളിക്കുന്നു, നമ്മുടെ ദൈനംദിന കൃത്യങ്ങളെല്ലാം ചെയ്യുന്നു. മാസത്തിലൊരിക്കൽ മുടി വെട്ടുന്നു, ആഴ്ചയിലൊരിക്കൽ 2 ആഴ്ചയിലൊരിക്കൽ നഖം വെട്ടുന്നു, ഇതെല്ലാം ചെയ്യുന്നു. കിടപ്പിലാവുന്നതോടുകൂടി ഇതെല്ലാം നിഷേധിക്കപ്പെടുകയാണ് സാധാരണ മനുഷ്യന്മാർക്ക്. കിടപ്പിലാവുന്നതോടുകൂടി അത് സ്വല്പം സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ പോലും അവിടെ പോലും ഹോം നേഴ്സാണുള്ളത്. അവർക്ക് എങ്ങനെ പരിചരിക്കണമെന്ന് അറിയില്ല. കൃത്യമായി ഭക്ഷണം കിട്ടുന്നുണ്ട്, ടൈം ടേബിൾ അനുസരിച്ച് കൃത്യമായി ഭക്ഷണമുണ്ട്, കൃത്യമായി മരുന്നുണ്ട്, ഒരു കുറവുമില്ല. പക്ഷേ അവരുടെ വായ തുറന്നാൽ ചിലപ്പോൾ അവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. കണ്ണിൽ പീള കെട്ടിയിട്ടുണ്ടാവും, നഖങ്ങൾ പുലിനകം പോലെ വളർന്നിട്ടുണ്ടാവും, മുടി വൃത്തിയായിട്ടുണ്ടാവില്ല, ഗുഹ്യഭാഗങ്ങൾ വൃത്തിയായിട്ടുണ്ടാവില്ല. അപ്പോൾ പരിചരണം കിട്ടുക എന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളൊന്ന് കിടന്നു പോയാലത്തെ ഒരവസ്ഥയെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. മറ്റനേകം പ്രശ്നങ്ങൾ, കടുത്ത വേദന അനുഭവിക്കുന്ന, വലിയ വൂണ്ടുകൾ അനുഭവിക്കുന്ന ഒട്ടേറെ ആളുകളെ
ഈ ഹോം കെയറിനിടയ്ക്ക് നമ്മുടെ പാലിയേറ്റീവ് പ്രവർത്തകരൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. വലിയ ഊണ്ട് പറ്റിയ ഒന്ന് കിടന്നു പോയാൽ എന്താവും അവസ്ഥ? ഞാനിത് പറയുന്നത് ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് സാധാരണ മരണങ്ങളിൽ 90% 3 മാസമെങ്കിലും കിടന്നിട്ടാണ്. 3 മാസമെങ്കിലും കിടന്നിട്ടാണ് സാധാരണ മരണങ്ങളിൽ 90% സംഭവിക്കുന്നത്. ആക്സിഡൻറ്റ് പറ്റിയ അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളാണ്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ നമുക്കെല്ലാവർക്കും വരാവുന്ന ഒരു സാഹചര്യമാണ്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പാലിയേറ്റീവ് കെയർ ആർക്ക് വേണ്ടിയാണ്? ഈ പാലിയേറ്റീവ് കെയർ പ്രവർത്തനം എനിക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയാണ്. കാരണം ഈ ലിസ്റ്റിലേക്ക് എപ്പോൾ വേണമെങ്കിലും കയറാവുന്നവരാണ് നമ്മൾ. വാർദ്ധക്യം എന്നത് ആർക്കും ഒഴിവാക്കാനാവാത്ത ഒരു കാര്യമാണ്. നേരത്തെ പറഞ്ഞ 90% എപ്പോൾ വേണമെങ്കിലും നമ്മളൊക്കെ വരാം. അപ്പോൾ നമുക്ക് വേണ്ടത് പാലിയേറ്റീവ് കെയറാണ്. ആ പാലിയേറ്റീവ് കെയർ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇതിൽ പരിചരണത്തിൽ പ്രാപ്തമായ ഒരു ടീം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഒരു ടീം ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് നല്ല പരിചരണം കിട്ടാനുള്ള സാധ്യതയാണുള്ളത്. ഇങ്ങനെ കിടന്നുപോയാൽ മലവും മൂത്രവുമായി കടന്നു പോകില്ലെന്ന് ഉറപ്പുള്ള എത്ര ആളുകളുണ്ട്? ഇങ്ങനെ വേദനിക്കേണ്ടി വരില്ല, വേദനിക്കുന്ന അസുഖങ്ങൾ, ക്യാൻസർ ഉൾപ്പെടെയുള്ള നാഡീരോഗങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ വേദന അനുഭവിക്കേണ്ടി വരില്ല എന്ന് ഉറപ്പുള്ള എത്ര പേർ ഈ കൂട്ടത്തിലുണ്ട്? ഒറ്റപ്പെടൽ അനുഭവിക്കില്ല എന്ന് പറയുന്ന എത്ര പേർ ഈ കൂട്ടത്തിലുണ്ട്? ഇന്നലെ എൻ്റെ ഭർത്താവ് നൽകിയിരുന്ന സ്നേഹവും പരിഗണനയും പരിലാളനവും വർഷങ്ങളോളം കിടന്നുപോയാൽ നാളെയും കിട്ടുമെന്ന് ഉറപ്പുള്ള എത്ര പേർ ഈ കൂട്ടത്തിലുണ്ട്? വനിതകൾ. ഞാൻ കിടന്നുപോയാൽ എൻ്റെ ഭാര്യ ഇന്നലെ വരെ എനിക്ക് തന്നിരുന്ന സ്നേഹവും പരിഗണനയും പരിലാളനവും ഒക്കെ നാളെ എനിക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള എത്ര പേർ ഇവിടെ ഇരിക്കുന്നവരിലുണ്ട്? അപ്പോൾ നമുക്ക് അങ്ങനെ എല്ലാവർക്കും ഉണ്ടെങ്കിൽ നമുക്ക് പാലിയേറ്റീവ് കെയർ വേണ്ട. അപ്പോൾ പാലിയേറ്റീവ് കെയർ എന്നത് വേറെ ആർക്കും വേണ്ടിയുള്ള സംവിധാനമല്ല, എനിക്ക് വേണ്ടിയുള്ള, നമുക്ക് വേണ്ടി നമ്മൾ തന്നെ പടുത്തുയർത്തുന്ന ഒരു സംവിധാനമാണ്. ഒരു ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇന്നിപ്പോൾ പാലിയേറ്റീവ് കെയർ തുടക്കത്തിൽ പാലിയേറ്റീവ് കെയർ എന്ത് ക്യാൻസർ അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന രോഗികൾക്ക് മാത്രമാണെങ്കിൽ ഇന്ന് വീടകത്ത് പെട്ടുപോയ എല്ലാ മനുഷ്യന്മാർക്കും കൊടുക്കുന്ന ഒന്നായി മാറി. വീടിനകത്ത് പുറത്തിറങ്ങാൻ കഴിയാത്ത എല്ലാവരെയും, പുറത്തിറങ്ങാൻ പോളിയോ ബാധിച്ചവർ മുതൽ, സൈക്യാട്രി രോഗം ബാധിച്ചവർ മുതൽ, സ്ട്രോക്ക് ബാധിച്ചവർ, ആക്സിഡൻറ്റ് പറ്റിയവർ, ഇങ്ങനെയുള്ള എല്ലാവരെയും, വാർദ്ധക്യ സഹജമായി വീടിനകത്ത് കുടുങ്ങിയവരെങ്ങനെ എല്ലാവരെയും ഉൾപ്പെടുന്ന ഒന്നായി ഇവരുടെ ജീവിതത്തിൻ്റെ ഗുണനിലവാരം, ക്വാളിറ്റി വർദ്ധിപ്പിക്കുക എന്നതാണ് പാലിയേറ്റീവ് കെയർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ കേരളത്തിൽ സംസ്ഥാന ഗവൺമെൻറ് കഴിഞ്ഞ ദിവസം എടുത്ത ഒരു കണക്ക് ശൈലി ആപ്പിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ശൈലി ആപ്പിൽ പറയുന്ന കണക്കനുസരിച്ച് നമ്മുടെ സംസ്ഥാനത്ത് കിടപ്പിലായ, ബെഡ് ബോണ്ടായ, ബെഡുകളിൽ അകപ്പെട്ടു പോയ എത്ര മനുഷ്യരുണ്ട് എന്നതായിരുന്നു ആ ശൈലി ആപ്പിലെ ഒരു ചോദ്യം. ബെഡ് ബോണ്ടായ എത്ര പേരുണ്ട്? അതിൻ്റെ മറുപടി സെൻസസിൽ കിട്ടിയത് 0.74% ഉണ്ട് എന്നാണ്. അതായത് നിങ്ങളുടെ ഈ പഞ്ചായത്തിൽ 30,000 ജനസംഖ്യ ഉണ്ടെങ്കിൽ ചുരുങ്ങിയത് 210 പേർ നമ്മുടെ പഞ്ചായത്തിനകത്ത് ബെഡിനകത്ത് അനങ്ങാതെ കിടക്കുന്നവരുണ്ട് എന്നതാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സംസ്ഥാന ശരാശരിയുടെ ആകെ നിലവാരം. അടുത്ത ചോദ്യം, ഹൗസ് ബോണ്ടായി എത്ര പേരുണ്ട്? വിവിധ അസുഖങ്ങളാൽ പുറത്തു പോകണമെങ്കിൽ ഒപ്പം ഒരാളുടെ സഹായം വേണം എന്ന നിലയ്ക്കുള്ള എത്ര പേരുണ്ട് എന്നതായിരുന്നു. അതിൻ്റെ മറുപടി 1.4% എന്നായിരുന്നു. 1.4%. 30,000 ജനസംഖ്യയുണ്ടെങ്കിൽ 300, 3, 4, 12, 520 പേർ അല്ലേ? 420 പേർ നമ്മുടെ പഞ്ചായത്തിനകത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പരസഹായം ആവശ്യമുണ്ട് എന്ന രോഗികളാണ്. ഇതിന് പുറമെയാണ് കിഡ്നി പേഷ്യൻസും, ക്യാൻസർ ബാധിച്ച് പുറത്തിറങ്ങുന്ന ആളുകളൊന്നും ഈ ലിസ്റ്റിൽ പെടുന്നില്ല. അവർ പുറത്തിറങ്ങുന്ന ആളുകളൊന്നും ഈ ലിസ്റ്റിൽ പെടുന്നില്ല പാലിയേറ്റീവ് കെയർ കൊടുക്കേണ്ടത്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 2% മുതൽ 3% വരെയാണ് നമ്മുടെ സംസ്ഥാനത്തെ ഓരോ പഞ്ചായത്തുകളിലും പാലിയേറ്റീവ് കെയർ കൊടുക്കേണ്ട രോഗികളുടെ എണ്ണം. അതിൽ എത്ര പേരെ അച്ചീവ് ചെയ്യാൻ, എത്ര പേരിലേക്ക് ഈ പാലിയേറ്റീവ് കെയർ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നത് ഈ തരുണത്തിൽ വളരെ ഗൗരവമായി ആലോചിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ള കാരണം. അത് സൂചിപ്പിക്കാനുള്ള ഒരു കാരണം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ ഓരോ ഉസ്മാൻ സാറ് വളരെ വലിയ ഉത്തരവാദിത്തമാണ് ഇവിടുത്തെ പാലിയേറ്റീവ് കെയറിന് നൽകിയിട്ടുള്ളത്. ഇന്നലെ വരെ നടത്തിയിരുന്ന പാലിയേറ്റീവ് കെയർ പ്രവർത്തനം നടത്താൻ വേണ്ടി ഈ ബിൽഡിംഗ് കെട്ടിക്കൊടുക്കേണ്ട ആവശ്യമില്ല. ഇന്നലെ വരെ നടത്തിയിരുന്ന പാലിയേറ്റീവ് പ്രവർത്തനം വാടക കെട്ടിടത്തിൽ നടത്തുന്ന പ്രവർത്തനം തന്നെ നാളെയും നടത്തി പോകാനാണ് ഉദ്ദേശമെങ്കിൽ അതിന് ഇത്രയും മനോഹരമായ സൗകര്യമുള്ള ഒരു കെട്ടിടം വേണ്ട. അദ്ദേഹം തന്ന ഈ കെട്ടിടം
ഈ നാടിന് ഏറ്റവും ഉപകാരപ്രദമായ രൂപത്തിൽ ഇന്നലെ വരെ എന്തോ നടത്തിയിരുന്ന അതിന് ഇരട്ടി സേവനം ഇവിടെ കിടപ്പിലായ ആളുകൾക്ക് കൊടുക്കാനുള്ള ബാധ്യതയുടെ താക്കോലാണ് ഉസ്മാൻ സാർ ഇവിടെ ഏൽപ്പിച്ചിട്ടിരിക്കുന്നത് എന്നതാണ് ഇവിടെ ഏറ്റെടുക്കുന്ന പ്രിയപ്പെട്ട ഭാരവാഹികളോട് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയറിന് പറയാനുള്ളത്. വലിയ ഉത്തരവാദിത്തമാണ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്, ചെറിയ പണിയല്ല. ഈ തന്ന താക്കോൽ വലിയൊരു ബാധ്യതയാണ്. ആ ബാധ്യത എന്താണ്? ഇപ്പം നടത്താൻ പ്രവർത്തനം നടത്താനല്ല. ഇപ്പോൾ നമ്മൾ 2 ഹോം കെയർ ആണെങ്കിൽ കെട്ടിടം കിട്ടിയാൽ 4 ഹോം കെയർ നടത്തിയേ പറ്റൂ. കാരണം ഈ രോഗികളടുത്ത് എത്തണ്ടേ. ഞാൻ പറഞ്ഞില്ലേ, ഒരു പഞ്ചായത്തിൽ കിടക്കുന്ന രോഗികളുടെ കണക്ക് ഞാൻ പറഞ്ഞില്ലേ, ആ അവസ്ഥയിലേക്ക് നമുക്കൊന്ന് പോകാനാവണമെങ്കിൽ ഞാൻ ഒരു പാലിയേറ്റീവ് കെയറിൻ്റെ 2007 ഒരു പാലിയേറ്റീവ് കെയറിൻ്റെ തുടക്കക്കാരനാണ് ഞാൻ. 2007 എൻ്റെ നാട്ടിൽ ഞങ്ങൾ ചെറുപ്പക്കാർ കുറച്ച് ആളുകൾ ചേർന്നാണ് ഒരു പാലിയേറ്റീവ് കെയർ തുടങ്ങിയത്. ഇന്നവിടെ എല്ലാ ദിവസവും 4 വണ്ടി ഹോം കെയർ ഉണ്ട്. എല്ലാ ദിവസവും 4 വണ്ടി ഹോം കെയർ ഉണ്ട്, ഞായറാഴ്ച ഉൾപ്പെടെ. രാത്രി 1 വണ്ടി 10 മണി വരെയുണ്ട്. അങ്ങനെ 5 വാഹനത്തിലാണ് ഹോം കെയർ നടത്തുന്നത്. 5 വാഹനത്തിലാണ്. അഗതി ഇങ്ങനെ പോകുന്ന അവസരത്തിൽ ഡെസ്റ്റിറ്റ്യൂഡായ, ആരും നോക്കാനില്ലാത്ത വൃദ്ധരായ ആളുകളുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന ഒരു സെൻറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ 35 പേരുണ്ട്. ഇങ്ങനെ വീൽ ചെയറിലിരിക്കുന്ന, വിവിധ കാരണങ്ങളാൽ പാരാപ്ലിജിയായ രോഗികളുണ്ടെങ്കിൽ അവർക്ക് ഫിസിയോതെറാപ്പി ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ കിടത്തി ചികിത്സ 3 മാസം അവിടെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കുന്ന ഒരു ഫിസിയോതെറാപ്പി സെൻറ്റർ അവിടെയുണ്ട്. ഇങ്ങനെ വീൽ ചെയറിലിരിക്കുന്ന ആളുകൾക്ക് കൂടിച്ചേർന്ന് നടക്കാവുന്ന ഒരു ഡേ കെയർ ഉണ്ട്. എല്ലാ ശനിയാഴ്ചയും 40ഓളം വരുന്ന പേഷ്യൻ്റ് ഉണ്ട്. എല്ലാ ആഴ്ചയും നടക്കുന്ന സൈക്കാട്രി OPയും ഹോം കെയറും ഉണ്ട്. ഞാനിതൊക്കെ പറഞ്ഞത് ഇത് 2007 നിന്ന് നേരത്തെ പറഞ്ഞ 0 നിന്ന് തുടങ്ങി ഇതുപോലെ ഉസ്മാനിക്കയെ പോലെ മഹാനായ മനസ്സുള്ള ആളുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവിടുത്തെ ജനങ്ങളാകെ സംഘടിച്ചുകൊണ്ട് നൽകിയ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് കെട്ടിടങ്ങളും സേവനങ്ങളും 5-6 വാഹനങ്ങളും ഒക്കെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10-9 ലക്ഷത്തോളം രൂപയുണ്ടെങ്കിലേ ഒരു മാസം നടന്നു പോകുള്ളൂ. 25 സ്റ്റാഫ് മാത്രമുണ്ട്. 400ഓളം വരുന്ന വളണ്ടിയർമാരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇപ്പം ഞാൻ സൂചിപ്പിച്ചത് തുടക്കത്തിൽ ഒരു മാസം രജിസ്റ്റർ ചെയ്തിരുന്ന രോഗികളുടെ എണ്ണം, ഒരു വർഷം രജിസ്റ്റർ ചെയ്തിരുന്ന രോഗികളുടെ എണ്ണം 140 ആയിരുന്നു. ഇപ്പം 330ആണ്. അതിനിടയ്ക്ക് നടന്നൊരു കാര്യം കൂടി പറയാം. അതിനിടയ്ക്ക് നടന്നത് 5 പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ സമീപ പ്രദേശത്ത് ഞങ്ങൾ തന്നെ താല്പര്യം എടുത്ത് വന്നിട്ടുണ്ട്. 5 എണ്ണം. തൃത്താല ബ്ലോക്കിനകത്ത് 7 പഞ്ചായത്തുള്ളതിൽ 5 പാലിയേറ്റീവ് കെയർ ഞങ്ങൾക്ക് പുറമെ വന്നു. അപ്പോൾ 6 പാലിയേറ്റീവ് കെയർ ഇപ്പോൾ അവിടെയുണ്ട്. സർക്കാരിൻ്റെ എല്ലാ പഞ്ചായത്തുകളിലും സർക്കാരിൻ്റെ പാലിയേറ്റീവ് കെയർ വന്നു. ബ്ലോക്കിൽ 2 CHC യൂണിറ്റും വന്നു. ഇത്രയും യൂണിറ്റ് വന്നിട്ട് പോലും ഈ കഴിഞ്ഞ വർഷത്തെ രജിസ്ട്രേഷൻ്റെ എണ്ണം 360 ഒരു വർഷത്തിൽ വന്നത്. എന്നാൽ ഇപ്പോഴും നമ്മുടെ കിടപ്പിലായ രോഗികൾക്ക് മുഴുവൻ എത്താൻ കഴിയുന്നുണ്ടോ? എത്താൻ കഴിയുന്നില്ല. അതാണ് രണ്ടാമത്തെ. ഇനി അടുത്ത കാര്യം, നമ്മൾ കിടപ്പിലാവുകയാണെങ്കിൽ, നാളെ ഞാൻ കിടപ്പിലാവുകയാണെങ്കിൽ ഇപ്പം കിട്ടുന്ന സേവനം മതിയോ നമുക്ക് എന്നതുകൂടി നമ്മൾ ആലോചിക്കണം. ഇപ്പം കിട്ടുന്ന സേവനം മതിയോ നമുക്ക്? ഒരു ദിവസം ഹോം കെയർ പോയാൽ നമുക്ക് കാണാവുന്ന പേഷ്യൻ്റെ എണ്ണം 6 or 7 പേഷ്യൻ്റിനെയാണ്. അപ്പോൾ ഒരു മാസം അടുപ്പിച്ച് 30 ദിവസവും ഹോം കെയർ പോയാൽ 150 പേഷ്യൻ്റിനെയാണ് ഒരു മാസത്തിൽ കാണാനാവുന്നത്. എല്ലാ ദിവസവും പോകുന്ന ഒരു യൂണിറ്റാണെങ്കിൽ, ഇവിടുത്തെ എത്ര നമ്പറാണെന്ന് എനിക്കറിയില്ല, എല്ലാ ദിവസവും പോകുന്ന യൂണിറ്റാണ്. പലപ്പോഴും കിടപ്പ് രോഗികളെടുത്ത് 2-3 മാസം കൂടുമ്പോൾ മാത്രം എത്താൻ കഴിയുന്ന സംവിധാനമാണ് നമ്മുടെ സംവിധാനം. അപ്പോൾ നമുക്ക് നമ്മുടെ ഹോം കെയറിലെ എണ്ണത്തിൽ വർദ്ധിപ്പിക്കണ്ടേ? 2 ആഴ്ചയിലൊരിക്കൽ ഈ കിടപ്പ് രോഗിയുടെ അടുത്ത് എത്താൻ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ ഹോം കെയറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നത് ഈ നാടിൻ്റെ വലിയ ബാധ്യതയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഈ കമ്മിറ്റിയുടെ ബാധ്യതയാണ് എന്ന് പറഞ്ഞത് ഞാൻ ഒന്നുകൂടി തിരുത്തി. ഈ നാടിൻ്റെ നിങ്ങൾ ഉൾപ്പെടുന്ന എല്ലാവരുടെയും ബാധ്യതയാണ്. കിടക്കുന്ന ഓരോ പേഷ്യൻറ്റിനും, ഈ പ്രദേശത്ത് കിടക്കുന്ന ഓരോ പേഷ്യൻറ്റിനും ഏറ്റവും മാന്യമായ പരിചരണം കൊടുക്കുക എന്ന ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നത്. അതിനു വേണ്ടിയാണ് ഈ സംവിധാനങ്ങളൊക്കെ. ഞാൻ അവസാനിപ്പിക്കുന്നു. പാലിയേറ്റീവ് കെയർ പ്രവർത്തനം ഒരു കാരുണ്യ പ്രവർത്തനം എന്ന നിലയ്ക്ക് മാത്രമല്ല പാലിയേറ്റീവ് കെയറിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർ ഇത് കാണുന്നത്. ഇത് നാളത്തെ നമുക്ക് വേണ്ടിയുള്ള ഇന്നത്തെ കരുതലാണ്. കൊടുക്കുക എന്നത് കാരുണ്യ പ്രവർത്തനമാണ്. പാലിയേറ്റീവ് കെയർ കൊടുക്കുക മാത്രം ചെയ്യുന്ന പ്രസ്ഥാനമല്ല. ഇന്ന് കൊടുത്താൽ ഇന്ന് കഴിക്കും. ചൈനയുടെ ഒരു ചെല്ലുണ്ട്, ഇന്ന് മീൻ കൊടുത്താൽ ഇന്ന് കഴിക്കും, നാളെ കൊടുത്താൽ നാളെ കഴിക്കും. മീൻ പിടിക്കാൻ പഠിപ്പിച്ചാൽ ലൈഫിലോ ആജീവനാന്തം കഴിക്കും. പാലിയേറ്റീവ് കെയർ എന്താണ് ഈ സമൂഹത്തിൽ നിർവഹിക്കുന്നത്? പാലിയേറ്റീവ് കെയർ നിർവഹിക്കുന്നത് സമൂഹത്തെ ശാക്തീകരിക്കുക എന്നതാണ്, പ്രാപ്തരാക്കുക എന്നതാണ്.
നിങ്ങൾ ഒരു കിടപ്പ് രോഗിയെ വീടുകളിൽ പോയി കണ്ടാൽ അദ്ദേഹത്തിന്റെ കൈക്ക് നല്ല ആരോഗ്യമുണ്ടെങ്കിൽ ഒരു പാലിയേറ്റീവ് കെയർ ആദ്യം ചെയ്യുന്നത് ഒരു കയർ കെട്ടിക്കൊടുത്താൽ അയാൾക്ക് അദ്ദേഹത്തിന് അവിടെ ഒന്ന് എണീച്ചിരിക്കാമെന്ന കാര്യമാണ് വീട്ടുകാരോട് ഷെയർ ചെയ്യുന്നത്. അയാളെ എങ്ങനെ ശാക്തീകരിക്കാം, വീട്ടുകാരെ കൂട്ടി എങ്ങനെ ശാക്തീകരിക്കാം? അതുകൊണ്ടാണ് ഇന്നേ വരെ ഒരു വൈദ്യശാസ്ത്രവും ഒരു മുറി കെട്ടാൻ എങ്ങനെയാണ്, ഒരു കാലിലൊരു മുറി വന്നാൽ അതെങ്ങനെയാണ് കെട്ടുക, എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യുക എന്ന് ഏതെങ്കിലും ആശുപത്രിയിൽ നിന്ന് നമ്മളെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? ഒരാളും പഠിപ്പിച്ചിട്ടില്ല. പാലിയേറ്റീവ് കെയർ എന്താ ചെയ്യുന്നത്? വീട്ടിൽ പോകുന്നു, ആ വൂണ്ട് എങ്ങനെ ഡ്രസ്സ് ചെയ്യണം, വൂണ്ട് ഡ്രസ്സ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് നോർമൽ സെലയാണ്. ആ സെലയെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിക്കേണ്ടതായി ഈ 3 വിരലിൽ ഇങ്ങനെ ഉപ്പിട്ട് 20 മിനിറ്റ് തിളപ്പിച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം ആറിയാൽ അത് നോർമൽ സെലയായി ഉപയോഗിക്കാമെന്ന് വീട്ടുകാരെ പഠിപ്പിക്കുന്നു. നമ്മുടെ കോട്ടൺ സ്റ്റെറിലൈസേഷനാണ് പ്രധാന പ്രശ്നം. അണുബാധ ഉണ്ടാവുന്നത് സ്റ്റെറിലൈസേഷനാണ്. എങ്ങനെ സ്റ്റെറൈൽ ചെയ്യാം? വീട്ടിൽ സ്റ്റെറിലൈസർ ഇല്ല, ഓട്ടോക്ലേവ് ഇല്ല. അപ്പോൾ എങ്ങനെ ചെയ്യാം? വീട്ടിലുള്ള എല്ലാവരുടെ വീട്ടിലുമുള്ള ഇഡ്ഡലി പാത്രത്തിൽ, ഇഡ്ഡലി തട്ടിൽ എങ്ങനെ കോട്ടൺ കട്ട് ചെയ്ത് വെച്ച് 20 മിനിറ്റ് ആവിയിൽ സ്റ്റെറൈൽ ചെയ്യാമെന്ന് നമ്മൾ വീട്ടുകാരെ പഠിപ്പിക്കുന്നു. എങ്ങനെ ഡ്രസ്സ് ചെയ്യാമെന്ന് പഠിപ്പിക്കുന്നു. അതായത് നമ്മൾ വീട്ടിൽ പോകുന്നത് മാസത്തിൽ ഒരു ദിവസമാവാം, ചിലപ്പോൾ 15 ദിവസത്തിൽ ഒരു ദിവസമാവാം. അപ്പോൾ ബാക്കിയുള്ള 29 ദിവസം ആ രോഗിയെ നോക്കുന്നത്, പരിചരിക്കുന്നത് ആ വീട്ടുകാരനാണ്. ആ വീട്ടുകാരെ എങ്ങനെ ശാക്തീകരിക്കാം, എങ്ങനെ പരിചരിക്കാമെന്ന് പഠിപ്പിക്കുക എന്ന പ്രവർത്തനമാണ് പാലിയേറ്റീവ് കെയർ നിർവഹിക്കുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഓരോ വീടിനെയും, രോഗിയെയും, വീട്ടുകാരെയും, അയൽക്കാരെയും ശാക്തീകരിച്ചു കൊടുക്കുക എന്ന പ്രവർത്തനമാണ് പാലിയേറ്റീവ് കെയറിലൂടെ നിർവഹിക്കുന്നത്. അങ്ങനെ നിർവഹിക്കുമ്പോൾ ഓരോ അസുഖത്തിൻ്റെ ഘട്ടത്തിൽ ഇന്നലെ വരെ ഈ വീട് നിയന്ത്രിച്ചിരുന്ന, നാട് നിയന്ത്രിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി, ഉമ്മറത്തെ ചാരികശൈലയിൽ ഇരുന്ന് ഘനഗംഭീരമായി ഇരിക്കുന്ന വ്യക്തി അസുഖത്തിന്റെ കാഠിന്യം കൂടുന്നതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ സീറ്റ് ഉള്ളിലേക്ക് പോകുന്നത് എത്രയോ വീടുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അവസാനം ഏറ്റവും ആവശ്യമില്ലാത്ത വസ്തുക്കൾ പൊട്ടിയ കലവും വെക്കുന്ന സ്ഥലത്തേക്ക് അദ്ദേഹത്തിന്റെ കട്ടിൽ മാറ്റിയിട്ടിരിക്കുന്നു, ഗൃഹനാഥന്റെ കട്ടിൽ മാറ്റിയിരിക്കുന്നു. മലവും മൂത്രവുമായപ്പോൾ അദ്ദേഹത്തിന്റെ കട്ടിൽ അവിടേക്ക് മാറ്റിയിരിക്കുന്നു. വീട്ടിലാകെ ഒരു ബെഡ്റൂം മാത്രമുള്ളതുകൊണ്ട് അമ്മയ്ക്ക് ഒരു ഷീറ്റ് വലിച്ചു കെട്ടി അമ്മയെ പുറത്തെ ഷെഡിലേക്ക് മാറ്റി കിടത്തിയിരിക്കുന്നത് എത്രയോ വീടുകളിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ അകത്തളയിൽ നിന്ന് ഇരുട്ടിലേക്ക്, അസുഖത്തിൻ്റെ കാഠിന്യം വരുമ്പോൾ ഇരുട്ടിലേക്ക് പോയ മനുഷ്യന്മാരെ എത്ര മനുഷ്യന്മാരെ തിരിച്ച് പുറത്തേക്ക്, സമൂഹത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയും എന്നത് പാലിയേറ്റീവ് കെയറിന് മുന്നിലുള്ള നാളത്തെ കണക്ക് പുസ്തകത്തിൽ പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. എത്ര കുടുംബത്തെ പാലിയേറ്റീവ് കെയർ പരിചരണം പഠിപ്പിക്കാൻ, നഖം എങ്ങനെ വൃത്തിയാക്കും, കണ്ണെങ്ങനെ വൃത്തിയാക്കും, മുടി എങ്ങനെ വൃത്തിയാക്കും, ഈ 100 കിലോ വെയിറ്റുള്ള ഒരു മനുഷ്യനെ ഒരാൾ ഒറ്റയ്ക്ക് എങ്ങനെ ബെഡ്ഷീറ്റ് മാറ്റും എന്ന് വരെ പഠിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പാലിയേറ്റീവ് കെയർ. സമൂഹത്തെ ശാക്തീകരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഒരു പാരാപ്ലീജിയ രോഗിയെ കണ്ടാൽ, അരയ്ക്ക് താഴെ തളർന്ന ഒരു രോഗിയെ കണ്ടാൽ അയാൾക്ക് നമ്മൾ കിറ്റ് കൊടുക്കും. പക്ഷെ നമ്മുടെ മുന്നിലുള്ള കടമ കിറ്റ് കൊടുക്കലല്ല, ഒരു കിറ്റ് നേടാൻ അയാളെ എങ്ങനെ പ്രാപ്തരാക്കാമെന്നതാണ് പാലിയേറ്റീവ് കെയറിൻ്റെ ഡ്യൂട്ടി. അയാൾക്കൊരു സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കാൻ കഴിയുമോ, അയാൾക്ക് വണ്ടി സംഘടിപ്പിക്കാൻ കഴിയുമോ, അയാൾക്കൊരു ലോട്ടറി ടിക്കറ്റ് കച്ചവടത്തിന് ഏജൻസി എടുത്ത് കൊടുത്താൽ അയാളെ ജീവിക്കുക എന്നത് തന്നെയാണ് പാലിയേറ്റീവ് കെയർ. അതായത് ഞാൻ പറയുന്നത്, കൊടുക്കുക എന്ന പ്രവർത്തനത്തിനൊപ്പം അവരെ പ്രാപ്തരാക്കുക, പരിചരണത്തിന് പ്രാപ്തരാക്കുക, ചികിത്സയ്ക്ക് പ്രാപ്തരാക്കുക, വരുമാനത്തിന് പ്രാപ്തരാക്കുക എന്ന് ചെയ്യുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സമൂഹ നിർമ്മാണ പ്രവർത്തനമാണ്. ആ നിർമ്മാണ പ്രവർത്തനമാണ് പ്രിയമുള്ളവരെ പാലിയേറ്റീവ് കെയറിലൂടെ നിർവഹിക്കുന്നത്. ഇത് എൻ്റെയും നിങ്ങളുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണ് എന്ന് കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മലപ്പുറത്തെ ഡോക്ടർ അബ്ദുള്ള മണിമ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിലെ വരി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആ പുസ്തകത്തിൻ്റെ പേര് മാലാഖമാരായിട്ടല്ല മനുഷ്യരായിട്ട് തന്നെ എന്നാണ്. മാലാഖമാരായിട്ടല്ല മനുഷ്യരായിട്ട് തന്നെ. കോഴിക്കോട് ഇസ്ലാമിക് ബുക്സാണ് പ്രസിദ്ധീകരിച്ചത്. പാലിയേറ്റീവ് കെയർ പ്രവർത്തനം നടത്തുന്ന ആളുകളെ, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള വലിയ ആളുകൾ നമ്മൾ വേദിയിൽ വരുമ്പോൾ ഈ പ്രവർത്തനം നടത്തുന്ന ആളുകളോട് പറയും, നിങ്ങൾ വലിയ മഹാന്മാരായ ആളുകളാണ്, നിങ്ങൾ മലാഖമാരായ ആളുകളാണ് ഈ ആളുകളെ കുളിപ്പിക്കുന്ന, വൃത്തിയാക്കുന്ന പാലിയേറ്റീവ് പ്രവർത്തനം നടത്തുന്നത്. പ്രിയമുള്ളവരെ, അത് വലിയ ഒരു പ്രശ്നമുണ്ടാവായിരിക്കും. ഇത് മാലാഖമാർക്ക് ചെയ്യാനുള്ള പ്രവർത്തനമല്ല. നമ്മൾ കാണുന്നത് ഞാനും നിങ്ങളും ഒക്കെ ചെയ്യുന്ന, നമ്മുടെ അയൽ വീട്ടിൽ ചെയ്യേണ്ട പ്രവർത്തനമാണ് എന്നതാണ് പാലിയേറ്റീവ് കെയർ പറയുന്നത്. ഇത് മാലാഖമാർക്ക് മാത്രം ചെയ്യാനുള്ള പ്രവർത്തനമല്ല. ഈ സമൂഹത്തിലെ എല്ലാ ആളുകളും ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഒരു 100 വീടുകളുണ്ടെങ്കിൽ അവിടെ ഒരു യോഗം കൂടി അവിടെ പരിചരണം പഠിപ്പിക്കുന്ന രൂപത്തിൽ ആ നിലയിൽ ഓരോ പഞ്ചായത്തിലും ഓരോ പാലിയേറ്റീവ് കെയർ CBO യൂണിറ്റ് എന്ന നിലയിലേക്ക് നമുക്കിത് വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി കഴിയണം. കിടപ്പെടുന്ന അവസാനത്തെ രോഗിക്കും ഏറ്റവും മാന്യമായ പരിചരണം കൊടുക്കാവുന്ന ഒരു സംവിധാനമായി മാറണം ഞാൻ തീർച്ചയായും ആഗ്രഹിക്കുന്നു. ഇനി അടുത്ത ഒരു അവസരത്തിൽ കൂടി ഇവിടെ വരാനുള്ള ഒരു ഭാഗ്യമുണ്ടെങ്കിൽ ഈ കെട്ടിടത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പ്രവർത്തനങ്ങളും ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങൾക്കും, കിടപ്പിലായ മുഴുവൻ ആളുകൾക്കും അവർക്ക് മാന്യമായ പരിചരണം കിട്ടുന്ന, അവരെ കേൾക്കുന്ന,
ഒരു വലിയ സംവിധാനമായി കൂട്ടായ്മയായി ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും കൂട്ടായ്മയായി കക്ഷി രാഷ്ട്രീയ ജാതി മത വ്യത്യാസങ്ങൾക്ക് അപ്പുറത്തുള്ള കൂട്ടായ്മയായി മാറട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. അതോടൊപ്പം ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു മാസിക പ്രസിദ്ധീകരിക്കുന്നുണ്ട്. സാന്ത്വനം സഹയാത്ര എന്നാണ് ആ പ്രസിദ്ധീകരണത്തിൻ്റെ പേര്. 300 രൂപയാണ് വാർഷിക വരിസംഖ്യ. പാലിയേറ്റീവ് കെയർ സംസ്ഥാനത്ത് നടക്കുന്ന മുഴുവൻ പാലിയേറ്റീവ് പ്രവർത്തനത്തെക്കുറിച്ചും അതിനകത്തുണ്ട്. കഴിയാവുന്ന ആളുകൾ ഇവിടുത്തെ ക്ലിനിക്കുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വരിക്കാരാവണം എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.